ഫാത്തിമ തഹ്ലിയ അവിടെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ സത്യത്തിൽ പറഞ്ഞാൽ ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചത് ടി പി രാമകൃഷ്ണനെതിരായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയായി വളരെ അങ്ങനെ നിലയിൽ വരാവുന്ന ഒരു പെൺകുട്ടി അല്ല അവർ എന്നാണ് കരുതിയത്. പക്ഷേ നമ്മൾ കണ്ടൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ വന്ന് അവരുടെ ഒരു ലാൻഡിങ്ങും അതിനുശേഷം അവർ നടത്തിയിട്ടുള്ള ഒരു പെർഫോമൻസും ഒരുപക്ഷെ നമുക്ക് ഞെട്ടിക്കുന്ന രൂപത്തിൽ അത്രയേറെ തിളക്കമാർന്ന പ്രവർത്തനം നടത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ആളുകളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിപ്പെടാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. വലിയ തോതിൽ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു. ഇതാണ് യഥാർത്ഥത്തിൽ CPM-നെ വിരളി പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സത്യമാണ്. നമ്മളതിനെ നിശ്ചയിച്ചുകൊണ്ട് കാര്യമില്ല. പ്രധാനമായിട്ട് ഈ ഫാത്തിമ തഹ്ലിയക്ക് പിന്നെ എന്താണ് മുസ്ലിം വിഭാഗത്തിനകത്ത് മാത്രമല്ല മറ്റെല്ലാ വിഭാഗത്തിനകത്തും വലിയ തോതിലുള്ള ഒരു ആക്സെപ്റ്റൻസ് അവർക്കൊരു സ്വീകാര്യത ഉണ്ടാവുകയോ അവർ പോകുന്നിടത്തൊക്കെ വലിയ തോതിൽ ജനം കൂടുകയൊക്കെ ചെയ്തിട്ട് വന്നു. വടകരയിൽ ഷാഫി വന്നപ്പോൾ ഉണ്ടായതുപോലുള്ളൊരു കാര്യം അവിടെ ഉണ്ടായി. എങ്ങനെയാണ് അതിന്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോവല്ല. അപ്പൊ ആ നിലയിൽ ഉണ്ടായി വന്നപ്പോൾ CPM-നകത്ത് വലിയ വെപ്രാളിപ്പുണ്ട് എന്നതൊരു വസ്തുതയാണ്. കാരണം എന്ന് വെച്ചാൽ പേരാമ്പ്രയിൽ ടി പി രാമകൃഷ്ണൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി തോൽക്കുമ്പോൾ ഒരു സ്ഥാനാർത്ഥി തോൽക്കുക മാത്രമല്ല സംഭവിക്കുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറാണ് അവിടെ തോൽക്കുന്നത്. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് അവിടെ തോൽക്കുന്നത്. അത് വലിയ തോതിൽ CPM-ന് ക്ഷത ഉണ്ടാക്കുന്നതാണെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പൊ അത്തരം ഒരവസ്ഥയിൽ CPM സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ്. ഇത് നിങ്ങളൊരു പുതിയ കാര്യമായിട്ടൊന്നും കാണണ്ട. എല്ലാ സ്ഥലത്തും CPM അതിന്റെ ഇതുപോലുള്ള പ്രചാര വേലകൾ ജയിക്കുക, അതാണ് അവരുടെ ഒരു CPM-ന്റെ കമ്മിറ്റികളൊക്കെ വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി നിന്നാൽ ഏത് വിധേനയും ജയിപ്പിച്ചെടുക്കണം. അങ്ങനെ ജയിപ്പിക്കുന്നതിനാവശ്യമായി സ്വീകരിക്കുന്ന എല്ലാ നടപടികളും സ്വീകാര്യമാണ്. അതാണ് CPM-ന്റെ ഒരു മുദ്രാവാക്യം തന്നെ. അത് വെച്ചാണ് നിങ്ങൾക്കറിയാം വടകരയിൽ ഷാഫിയുടെ വലിയ മുന്നേറ്റം നടക്കുന്ന സമയത്താണ് ഈ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ പ്രശ്നം വരുന്നത്. അതിനെക്കുറിച്ച് അന്വേഷിച്ച് വന്നപ്പോൾ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് പ്രസിഡന്റ് അകത്ത് നിൽക്കുന്നു. പിന്നീട് കേരളത്തിൽ വലിയ അന്വേഷണം നടന്നില്ല, പ്രതികൾക്കെതിരായി കേസോ കാര്യങ്ങളോ ഉണ്ടായില്ല. അപ്പോൾ തങ്ങളുടെ കയ്യിൽ ഭരണമുള്ള പൊതു നിർവഹിക്കാൻ കഴിയുന്ന ധാരണയിലാണ് അവർ നിൽക്കുന്നത്. നേരത്തെ കാരശ്ശേരി മാഷി ചൂണ്ടിക്കാണിച്ചതുപോലെ പിന്നെ എന്താണ് ഈ ഇതിനുള്ള മാഷഹള്ള ടിക്കർ ഒട്ടിച്ചത്, അതുപോലെ തന്നെ സഫൽവാദവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ RSSന്റെ കാര്യാലയത്തിന് മുമ്പിൽ ചോരയായിട്ടുള്ള തുണി കൊണ്ട് നിക്ഷേപിച്ചു. അതായത് ആളുകളെ ശ്രദ്ധ തിരിച്ചു മാറ്റുന്നതിന് ഇത്തരം ഏറ്റവും നിലവാരം കുറഞ്ഞ ടെക്നിക്കുകൾ പയറ്റുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയല്ല